വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് 6 മണിക്കൂർ പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് കനത്ത പോളിംഗ് ആണ്. ഇതുവരെ 44% പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് വയനാട്ടിലാണ് 50%. ഏറ്റവും കുറവ് പോളിംഗ് എറണാകുളത്തുമാണ് 40%. കനത്ത മഴയെ അവഗണിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ ബൂത്തുകളിൽ വൻ ക്യൂ ആണ് കണ്ടത്. ഗ്രാമപ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും വൻ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇടുക്കി ഈരാറ്റുപേട്ടയിൽ 2 ബൂത്തുകളിൽ മെഷീൻ പണിമുടക്കിയതിനാൽ പോളിംഗ് നിർത്തിവെച്ചെങ്കിലും പിന്നീട് പുനരാരംഭിച്ചു. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മമ്മൂട്ടി, എം.എ. ബേബി, AK ആന്റണി തുടങ്ങി പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ ചേരുന്നു. ദിനകർ, എങ്ങനെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ? അജിംഷാദ് 6 മണിക്കൂർ പിന്നിടുമ്പോൾ 44% പേർ വോട്ട് രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ സമാധാനപരമായി പോളിംഗ് പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ 7 മണി മുതൽ നീണ്ട നിരയാണ് ഓരോ ബൂത്തിലും നമുക്ക് ദൃശ്യമായത്. അത് ഇപ്പോഴും തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുമോ എന്നുള്ള ആശങ്കയാണ് വോട്ടർമാരെ പ്രധാനമായും രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നത് എന്ന് വേണം കരുതാൻ. കനത്ത പോളിംഗ് തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ 75.12 ആയിരുന്നു വോട്ടിംഗ് ശതമാനം. ഇത്തവണ അതിലും ഉയരത്തിലെത്താനാണ് സാധ്യത എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കാരണം വാശിയേറിയ മത്സരങ്ങൾ തന്നെയായിരുന്നു ഓരോ മണ്ഡലത്തിലും നടന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ നേരിയ വർധനവ് ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം മധ്യകേരളത്തിലും ഒപ്പം വടക്കൻ കേരളത്തിലും ശക്തമായ പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകളിൽ ചെറിയ തകരാർ ഉണ്ടായതൊഴിച്ചാൽ, ചില വോട്ടിംഗ് മെഷീനുകൾ മാറ്റിവെച്ചതൊഴിച്ചാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോളിംഗ് പുരോഗമിക്കുകയാണ്. ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിലാണ് പോളിംഗ് നടക്കുന്നത്. സമാധാനപരമായി പോളിംഗ് പുരോഗമിക്കുന്നു. അജിംഷാദ്. ശരി, ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇപ്പോൾ വരെ 44% വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. UDF ഭരണം അവസാനിപ്പിക്കുന്ന വിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും കോടിയേരി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കേരളത്തിൽ UDFൻ്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കുന്ന ഒരു ജനവിധിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. വർഗീയതക്കും അഴിമതിക്കുമെതിരായിട്ടുള്ള ഒരു ശക്തമായ വിധിയെടുത്തായിരിക്കും. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്ത UDF ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സ്ത്രീകളുടെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി അലയടിച്ചുയരാൻ പോവുകയാണ്. BJPക്കും എതിരായിട്ടുള്ള ജനവിധിയായിരിക്കും ഇത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. UDF ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ നിഷ്കാസനം ചെയ്യപ്പെടുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. അഴിമതിക്കെതിരെ മതനിരപേക്ഷത സംരക്ഷിക്കുന്ന വിധിയെഴുത്താകും വരാൻ പോകുന്നത്. ഐശ്വര്യപൂർണമായ നവകേരളത്തിന് ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. വോട്ട് ചെയ്ത ശേഷമാണ് മാധ്യമങ്ങളോട് പിണറായി ഇക്കാര്യങ്ങൾ പറഞ്ഞു. നവകേരളം കെട്ടിപ്പടുക്കാൻ ഇവിടെ ഇന്ന് നിലവിലുള്ള സംവിധാനത്തിന് മാറ്റം വേണം എന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് UDF വലിയ തോതിൽ നിഷ്കാസനം ചെയ്യപ്പെടും. അതിന് കാരണം ജനവിരുദ്ധ നടപടികൾ, അഴിമതി, അതോടൊപ്പം നാട്ടിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് വൃത്തികേടുകൾ. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തവർ ഇനി അധികാരത്തിലുണ്ടായിക്കൂടാ എന്ന് ജനങ്ങൾ കരുതുന്നു. അതോടൊപ്പം കേരളത്തിൻ്റെ മതനിരപേക്ഷത വളരെ പ്രധാനമായാണ് കാണുന്നത്. ആ മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടതിന് പകരം മതനിരപേക്ഷതയ്ക്ക് പോറലേൽപ്പിക്കാനുള്ള നടപടികൾ UDF ഗവൺമെൻറ് സ്വീകരിച്ചു എന്നതും ജനങ്ങൾ ഗൗരവമായി തന്നെ കാണുകയാണ്. ഇവിടെ മതനിരപേക്ഷതയ്ക്ക് ആപത്ത് വരുത്താൻ വേണ്ടി നിലകൊള്ളുന്ന വർഗീയ ശക്തികൾക്ക് കനത്ത ഒറ്റപ്പെടലാണ് അനുഭവപ്പെടേണ്ടി വരിക. അതോടൊപ്പം UDF വലിയ തകർച്ചയിലേക്കും നീങ്ങും. ഇനി നമുക്ക് വോട്ടെടുപ്പിന്റെ വിശേഷങ്ങളിലേക്കും വിവരങ്ങളിലേക്കും തന്നെ പോകാം. കൊച്ചിയിൽ നിന്നും ആ മേഖലയിലെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, എറണാകുളത്താണല്ലോ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. മഴയാണോ കാരണം? എന്താണ് കാരണമായി പറയുന്നത്? 40% ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം.
അജിംഷാദ് രാവിലെ ഏതാണ്ട് ഒരു 10-10:30 വരെ കാര്യമായി മഴ പെയ്തു. അതിനുശേഷം മഴ തോർന്ന അവസ്ഥയാണ്. എങ്കിലും കാര്യമായി വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് ഈ നഗരപ്രദേശത്ത് എത്തുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം. എറണാകുളം നഗരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 29% മാത്രമാണ് 12 മണിവരെയുള്ള എറണാകുളം നഗരമണ്ഡലത്തിലെ പോളിംഗ് ശതമാനം. അത് വളരെ കുറഞ്ഞ നിരക്കാണ്. എന്നാൽ മൂവാറ്റുപുഴയിൽ 46% എത്തിയിരിക്കുന്നു. കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് മൂവാറ്റുപുഴ. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. പിറവത്ത് 38-ഉം കോതമംഗലത്ത് 36.5-ഉം പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് എറണാകുളം ജില്ലയിലെ 3 മണ്ഡലങ്ങളിലെ ഉയർന്ന പോളിംഗ് നിലവാരം എന്ന് പറയുന്നത്. കൊച്ചിയിലും എറണാകുളത്തുമാണ് 29% വീതം വളരെ കുറഞ്ഞ പോളിംഗ് ഉള്ളത്. അതായത് രാവിലെ ഒരു 11 മണിവരെ കാര്യമായ രീതിയിൽ തന്നെ മഴ പെയ്യുകയും അത് പോളിംഗിന് കാര്യമായ തടസ്സം നേരിടുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം മഴ മാറി നിന്നെങ്കിലും കാര്യമായ ഒഴുക്ക് ചില നഗരമണ്ഡലങ്ങളിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് ഉണ്ടായില്ല. എന്നാൽ ഗ്രാമീണ സ്വഭാവമുള്ള മണ്ഡലങ്ങളിൽ കാര്യമായ ഒഴുക്ക് പോളിംഗ് ബൂത്തുകളിലേക്കുണ്ട്. ഇപ്പോഴും നീണ്ട ക്യൂ തന്നെ കാണാനുമുണ്ട്. പ്രമുഖരെല്ലാവരും തന്നെ എറണാകുളം ജില്ലയിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ചലച്ചിത്രതാരം മമ്മൂട്ടി, യുവനടൻ ദുൽഖർ സൽമാൻ തുടങ്ങി സിനിമാ മേഖല കാവ്യ മാധവൻ തുടങ്ങി സിനിമാ മേഖലയിലെ പ്രമുഖർ വിവിധ മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തു. ഒപ്പം തന്നെ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ, ജോർജ് ആലഞ്ചേരി തുടങ്ങി സമുദായ നേതാക്കളും ഒക്കെ വിവിധ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പോളിംഗ് സമാധാനപരമായി മുന്നേറുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ എറണാകുളം ജില്ലയിൽ ഒരു കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശരി, സാലിയാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും കുറവ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോളിംഗ് ശതമാനം എറണാകുളത്ത് 40%. ഭരണ തുടർച്ച ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമാണെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നും VS അച്യുതാനന്ദൻ മലമ്പുഴയിൽ പ്രതികരിച്ചു. ഓരോ പ്രദേശത്തു നിന്നും ജില്ല തോറും താലൂക്ക് തോറും സംസ്ഥാന വ്യാപകമായും ഇടത് തരംഗം വൻ വിജയം കരസ്ഥമാക്കുക തന്നെ. ഉയർന്ന പോളിംഗ് ശതമാനം കാണുന്നുണ്ട് രാവിലെ തന്നെ. എന്താണ് അതെല്ലാം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അത് ആ നിലയിൽ തന്നെ ഉണ്ടാകും. ഉമ്മൻചാണ്ടി ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഭരണം തുടർച്ച ഉണ്ടാകുമെന്നാണ്. അതിലെ വെറും വിഡ്ഢിത്തരം പറയുന്നു, അത് കൂടെ പറയുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. വിവാദങ്ങളിൽ തോറ്റതിന് ശേഷം കോടതിയിൽ പോയി, കോടതിയും തോറ്റു. പിന്നെ അന്തസ്സുള്ള ആളുകൾക്ക് അധികാരത്തിൽ തുടരാൻ കഴിയില്ല. എന്നിട്ടും തുടരുന്ന വിദ്വാനാണ് അദ്ദേഹം. എന്നാൽ ജനങ്ങളുടെ ആവേശം ഭരണവിരുദ്ധ വികാരമല്ല കാണിക്കുന്നതെന്ന് VM സുധീരൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങൾ തികച്ചും ബോധവാന്മാരാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ ആവേശവും ഉത്സാഹവും. UDFനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളുടെ അഭിമാനകരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തെ വീണ്ടും കൂടുതൽ കരുത്തോടെ, കൂടുതൽ ആർജവത്തോടെ ഒരു മാതൃകാ സംസ്ഥാനമായി പരിപൂർണമായി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ആ പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ UDFൻ്റെ ഈ നയങ്ങൾക്ക് ഒപ്പം നിൽക്കും. വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടെങ്കിലും കോട്ടമുണ്ടെങ്കിലും ഉത്തരവാദിത്വം തനിക്കാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എന്ത് ക്രെഡിറ്റ് ഉണ്ടെങ്കിലും അത് UDFന്റെ യോജിപ്പിന് കിട്ടുന്ന അംഗീകാരമാണ്, ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. വീഴ്ചകളുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം UDFന്റെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ മറുപടി പറഞ്ഞേ പറ്റൂ. അതേസമയം ചരിത്രം തിരുത്തി UDF വീണ്ടും അധികാരത്തിലെത്തുമെന്ന് AK ആന്റണി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കേരളത്തിൽ ഇത്തവണ ഒരു പുതിയ ചരിത്രം ഉണ്ടാകാൻ പോവുകയാണ്. ഇതിനു മുമ്പുള്ള കേരളത്തിന്റെ ചരിത്രം 5 വർഷം ഒരു മുന്നണി, പിന്നത്തെ 5 വർഷം വേറൊരു മുന്നണി എന്നുള്ളതാണ്. ആ ചരിത്രം കേരളത്തിൽ ആദ്യമായി തിരുത്തി കുറിക്കാൻ പോകുന്നു. UDFന്റെ വിജയം ഉറപ്പാണ്, യാതൊരു സംശയമില്ല. UDF ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് വീണ്ടും ഭരണത്തിലേക്ക് വരും. ഇടതുപക്ഷ മുന്നണി അടുത്ത 5 വർഷം കൂടി പ്രതിപക്ഷത്തിൽ തന്നെ ഇരിക്കും. BJP ഇത്തവണയും പ്രധാനമന്ത്രി അടക്കം ഇവിടെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തതെങ്കിലും ഇത്തവണയും അവർ അസംബ്ലിക്കകത്ത് കയറുക
അസാധ്യമാണ്. കേരളത്തിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കുമെന്ന് KM മാണി. 12 തവണ തന്നെ ജയിപ്പിച്ച പാലായിലെ വോട്ടർമാർ 13ാം തവണയും ജയിപ്പിക്കുമെന്നും മാണി പറഞ്ഞു. എനിക്ക് നല്ല ആത്മവിശ്വാസമാണ്. പാലായിലെ പ്രിയപ്പെട്ട വോട്ടർമാര് 12 തവണ തുടരെ എന്നെ വിജയിപ്പിച്ചുവെങ്കിൽ 13ാമത് തവണ എന്നെ വിജയിപ്പിക്കും. UDF നല്ല മെജോറിറ്റി കിട്ടും. പിന്നെ കംഫർട്ടബിൾ ഭരിക്കാൻ നല്ല ഭൂരിപക്ഷം കിട്ടും. ഇനി നമുക്ക് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് തന്നെ പോകാം. കോഴിക്കോട് നിന്നും വിനിഷ വൃന്ദാവൻ ചേരുന്നു. വിനിഷ, മലബാറിൽ എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത് ഈ ഘട്ടത്തിൽ? അജിംഷാദ്, കനത്ത പോളിംഗ് തന്നെയാണ് മലബാറിലെ വിവിധ ജില്ലകളിൽ രേഖപ്പെടുത്തുന്നത്. രാവിലെ മുതൽക്ക് തന്നെ പോളിംഗ് സമയം ആരംഭിച്ച 7 മണിക്ക് തന്നെ കനത്ത പോളിംഗ് ശതമാനത്തിൽ വലിയൊരു മുന്നേറ്റമാണ് മലബാറിലെ 4 ജില്ലകളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. വലിയൊരു പ്രതീക്ഷയാണ് ഈ ഒരു കനത്ത പോളിംഗ് ഇരു മുന്നണികൾക്കും ഒപ്പം BJPക്കും നൽകുന്നത്. വലിയ രീതിയിലുള്ള ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഈ 3 രാഷ്ട്രീയ പാർട്ടി ഇരു മുന്നണികളായാലും ഒപ്പം BJP ആയാലും വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് മലബാറിലെ വിവിധ ജില്ലകളിൽ നടത്തിയിരിക്കുന്നത്. ആ ഒരു ആവേശം ഒട്ടും ചോരാതെ തന്നെ വോട്ടർമാർ ഇന്ന് വോട്ടിങ്ങിലൂടെ അവർക്ക് തിരിച്ചു നൽകുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഈ ഒരു വോട്ടിങ്ങിലെ കനത്ത പോളിംഗ് ഏകദേശം 40 കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട്ടിലെ പോളിംഗ് ശതമാനം വലിയൊരു രീതിയിലുള്ള ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിക്കുകയാണെങ്കിൽ 10 മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിലെ 10 മണ്ഡലങ്ങൾ LDFിനൊപ്പമായിരുന്നു. 3 മണ്ഡലങ്ങൾ മാത്രമേ UDFന് അത്തവണ വിജയിക്കാനായുള്ളൂ. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു സ്ഥിതി മെച്ചപ്പെടുത്തുകയാണ് LDFന്റെയും UDFന്റെയും ലക്ഷ്യം. മലബാർ പൊതുവെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് മലപ്പുറമാണെങ്കിൽ പരമ്പരാഗത ലീഗ് വോട്ടുകൾ ഏറെയുള്ള ഒരു മണ്ഡലമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഏറെ കൂടുതൽ മത്സരിക്കുന്നു. മത്സരരംഗത്ത് ഏറെ കൂടുതൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുള്ള മണ്ഡലം കൂടിയാണ് മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വോട്ട് തേടുന്നു, ജനവിധി തേടുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ് മലപ്പുറം ജില്ലയിലുള്ളത്. കോഴിക്കോടാകട്ടെ ഇടതു കോട്ട എന്ന് ഉറച്ച കോട്ടയാണ് എന്ന് രാഷ്ട്രീയ കേരളം വിശേഷിപ്പിക്കുന്ന ജില്ലകളാണ് കോഴിക്കോടും കണ്ണൂരും. ഒപ്പം കാസർഗോഡും വയനാടും പാലക്കാടും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ഒരു കണക്കുകൂട്ടലാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഇതേ പ്രതീക്ഷ തന്നെയാണ് UDFും പങ്കുവയ്ക്കുന്നത്. ഈ ഒരു കനത്ത പോളിംഗ് ഉച്ചയ്ക്ക് മുൻപേ തന്നെയുള്ള ഏകദേശം പകുതിയോടടുത്ത പോളിംഗ് ശതമാനം ഇരു മുന്നണികൾക്കും ഒപ്പം BJPക്കും വലിയ പ്രതീക്ഷ തന്നെയാണ് മലബാറിൽ നൽകുന്നത്. മലബാറിലെ 5 ജില്ലകളിലെ ഈ ഒരു കനത്ത പോളിംഗ് തന്നെയാകും മിക്കവാറും അടുത്ത നിയമസഭയിലെ ഒരു ഭാഗധേയം അല്ലെങ്കിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്ന മന്ത്രിസഭ ആര് ഭരിക്കും ഈ അടുത്ത 5 വർഷം കേരളം എന്ന് നിർണ്ണയിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കുക മലബാറിലെ ഈ കനത്ത പോളിംഗ് തന്നെയാകും. അജിംഷാദ്, അതുപോലെ തന്നെ വിനീഷ, കൂത്തുപറമ്പ്, പേരാമ്പ്ര എന്നിവിടങ്ങളിൽ വോട്ടർമാർ കുഴഞ്ഞു വീണ് മരിച്ച സംഭവങ്ങൾ കൂടിയുണ്ട്. അജിംഷാദ്, അതിലേക്ക് വരികയാണെങ്കിൽ പേരാമ്പ്ര ഇന്ന് രാവിലെ CKG സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ കുഞ്ഞമ്മദ് ഹാജിയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. വോട്ട് ചെയ്യുന്നതിന് മുൻപേ ആയിരുന്നു ആ ദാരുണമായ മരണം എന്നതൊരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ്. ഒപ്പം കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ യന്ത്ര തകരാറും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ രാവിലെ വടകര മണ്ഡലത്തിലെ ചോമ്പാലയിലും കൊടുവള്ളി മണ്ഡലത്തിലെ ഒരു ബൂത്തിലും ഒപ്പം തിക്കോടിയിലെ പാലൂരിലെ 34-ാം നമ്പർ ബൂത്തിലും നമുക്ക് യന്ത്ര തകരാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. തീർച്ചയായും വിനിഷ വൃന്ദാവനാണ് മലബാറിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മഴയെ തൃണവൽക്കരിച്ച് വൻ പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മലബാർ പ്രദേശത്തെ ആകത്തുക തന്നെയാണ് വിനിഷ വൃന്ദാവൻ നൽകിയത്. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്ന സർക്കാർ വരണമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. മതേതരത്വവും ജനാധിപത്യവും ഒരുപാട് സംരക്ഷിക്കുന്ന ഒരു സുസ്ഥിര ഗവൺമെൻറ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജനം വിജയിക്കുന്നത്. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്ന ഒരു സുസ്ഥിര ഗവൺമെൻറ് ഈ രാജ്യത്ത് ഇപ്പോൾ അനിവാര്യമാണ്. അത് ജനങ്ങൾക്ക് ബോധമുണ്ട്. ജനങ്ങൾ അത് വിധി എഴുതും എന്നാണ് എനിക്ക്. ആർക്കും വോട്ട് ചെയ്യാൻ KCBC ആഹ്വാനം ചെയ്തിട്ടില്ലെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. KCBC വോട്ട് ചെയ്യണം, ഓരോ പൗരൻ്റെയും അവകാശം വിനിയോഗിക്കണം എന്നതല്ലാതെ KCBCയോ ബിഷപ്സോ യാതൊരു തരത്തിലുള്ള പ്രചാരണങ്ങളും നടത്തിയിട്ടില്ല. അതൊക്കെ ഈ അവസരത്തിൽ പലരും അവരുടേതായിട്ടുള്ള സ്വാർത്ഥത കൊണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു
മാധ്യമങ്ങളിലോ മറ്റു രീതിയിലോ ഒരു പ്രചാരണവും KCBC നടത്തിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട്, എല്ലാ പൗരന്മാരും അവരുടെ പൗരാവകാശം ഉപയോഗിക്കണം, വോട്ട് ചെയ്യണം. ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വാർത്തകളിലേക്ക് പോകുമ്പോൾ വോട്ടെടുപ്പ് കേരളത്തിൽ പുരോഗമിക്കുകയാണ്. കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തി വരുന്നത്. ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തീർച്ചയായും ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, എങ്ങനെയാണ് തൃശ്ശൂർ? അജിംഷാദ്, പോളിംഗ് 7-ാം മണിക്കൂറിലേക്ക് പ്രവേശിക്കുമ്പോൾ 43% പിന്നിട്ടിരിക്കുന്നു പോളിംഗ് ശതമാനം. രാവിലെ കനത്ത മഴ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മഴ കുറയുകയും ആളുകൾ കൂടുതലായി തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അടങ്ങും യുവജനങ്ങളും പ്രത്യേകിച്ച് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ചയുണ്ടായി. നിരവധി നമ്മളിപ്പോൾ നിൽക്കുന്ന ബൂത്തിലടക്കം അല്പസമയം മുമ്പ് വരെ വലിയ ക്യൂ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉച്ചയോടുകൂടിയാണ് ഇപ്പോൾ അല്പം തിരക്കിന് ശമനം ഉണ്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുതലായി ബൂത്തിലേക്ക് തുടങ്ങും. ഏതായാലും ഇപ്പോൾ 7 മണിക്കൂറിനോട് അടുക്കുമ്പോൾ പോളിംഗ് 7 മണിക്കൂറിനോട് അടുക്കുമ്പോൾ 43% പിന്നിട്ടിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ പോളിംഗ്. പ്രത്യേകിച്ച് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ വലിയ മത്സരം നടക്കുന്ന സ്ഥലമാണ്. ഈ ഒരു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയെടുക്കാൻ പ്രത്യേകിച്ച് 17,000-ലധികം യുവ വോട്ടർമാർ ഉള്ള മണ്ഡലമാണ് തൃശ്ശൂരിൽ പ്രത്യേകിച്ച് ഈ യുവ വോട്ടർമാരുടെ പിന്തുണ നേടിയെടുക്കാൻ 3 മുന്നണികളും ശക്തമായി തന്നെ രംഗത്തുണ്ട്. പ്രത്യേകിച്ച് VS സുനിൽകുമാറും പത്മജ വേണുഗോപാലും അതുപോലെ തന്നെ B ഗോപാലകൃഷ്ണനും ശക്തമായി തന്നെ രംഗത്തുള്ളപ്പോൾ മണ്ഡലം തിരികെ പിടിക്കാനുള്ള ഒരു പരിശ്രമത്തിനായി LDFും അതുപോലെ തന്നെ മണ്ഡലം നിലനിർത്താൻ UDFും ശക്തമായി തന്നെ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. മറ്റൊരു പോരാട്ടം നടക്കുന്ന മണ്ഡലം കുന്നംകുളമാണ്. മുൻ CPIM ജില്ലാ സെക്രട്ടറി AC മൊയ്തീനും UDFിലെ CP ജോണും തമ്മിൽ ഏറ്റുമുട്ടുന്ന കുന്നംകുളം മണ്ഡലത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അവിടെയും പോളിംഗ് ശതമാനം ഏറ്റവും കൂട്ടിക്കൊണ്ടുവരാനാണ് മുന്നണികൾ പരിശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് മുൻ തവണകളിൽ 1000-ൽ താഴെ വോട്ടിന് ജയപരാജയങ്ങൾ മാറി മറിഞ്ഞിട്ടുള്ള കുന്നംകുളം മണ്ഡലത്തിൽ കനത്ത പോരാട്ടം നടക്കുന്നു. അതോടൊപ്പം വടക്കാഞ്ചേരി മണ്ഡലത്തിലും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി KCBCയുടെ പേരിൽ വ്യാജ പ്രസ്താവന പ്രചരിച്ചത്, അതിന് തൊട്ട് പിന്നാലെ ഇന്നലെ KCBC ഇതിന് നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയും അതിനെതിരെ പരാതി കൊടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ വടക്കാഞ്ചേരിയിലെ മത്സരവും ഏറ്റവും നിർണായകവും ഏറ്റവും വാശിയേറിയതുമാണ്. വടക്കാഞ്ചേരിയിലും കനത്ത പോളിംഗ് ആണ്. പ്രത്യേകിച്ച് 42% മുകളിൽ പോളിംഗ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം മറ്റ് മത്സരം നടക്കുന്ന ഗുരുവായൂർ അതുപോലെ തന്നെ മണലൂർ മണ്ഡലങ്ങളിലെല്ലാം തന്നെ കനത്ത പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പോളിംഗ് ശതമാനം പകുതി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തീർച്ചയായും വിവരങ്ങൾ നൽകി വന്നത്. LDF ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമെന്ന് ഇന്നസെന്റ് MP. LDF വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്താണ് അനുകൂല ഘടകമായിട്ട് ഇപ്പം വിലയിരുത്തുന്നത്? കുറെ കാലമായിട്ട് 5 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ള എല്ലാ അഴിമതികളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും TV-യിൽ കൂടിയും പത്രത്തിൽ കൂടിയും എല്ലാവരും കണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാരാണ്. ഞാനിപ്പോൾ ഡൽഹിയിൽ പോയിട്ടുണ്ട്, ഡൽഹിയിലുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ കണ്ടു. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് രാഷ്ട്രീയമായിട്ട് നല്ല ബോധവും കാര്യങ്ങളുള്ളവരാണ്. അവർക്കറിയാം ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്, അതല്ലാതെ മാധ്യമങ്ങൾ വെറുതെ എഴുതിയതല്ല എന്നവർക്കറിയും. അത് ഈ ഇലക്ഷനിൽ തിരിച്ചറിയും. തെരഞ്ഞെടുപ്പിന് ശേഷം തന്റെ ജലസാക്ഷരതാ പ്രവർത്തനങ്ങൾ സജീവമാക്കുമെന്ന് നടൻ മമ്മൂട്ടി പറഞ്ഞു. താൻ എപ്പോഴും രാഷ്ട്രീയത്തിൽ ഉണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു. രാഷ്ട്രീയം നമ്മുടെ അഭിപ്രായമാണ്, അത് പ്രകടിപ്പിക്കാനുള്ളൊരു അവസരമാണ് നമ്മൾ ഈ ഇലക്ഷനിലൂടെ നമുക്ക് കിട്ടുന്നത്. ആ അവസരം പാഴാക്കരുതെന്ന് മാത്രമേ വീണ്ടും എനിക്ക് പറയാനുള്ളൂ. ഞാനത് പാഴാക്കിയിട്ടില്ല, നിങ്ങളും പാഴാക്കരുത്. കണ്ടില്ലേ, നിങ്ങൾ തന്നെ വലിയ തിരക്കല്ലേ ഇവിടെ. കൊല്ലത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും LDF വിജയിക്കുമെന്ന് മുകേഷ്. ഇല്ല, വിജയപ്രതീക്ഷ ഇപ്പം കൊല്ലം നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ വിജയപ്രതീക്ഷ തന്നെ ഉണ്ട്. അതിനകത്തൊരു മാറ്റമില്ല, തുടക്കം തന്നെ ഉണ്ട്.